ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീഴും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ നടത്തുന്ന 159ാമത് സ്നേഹസംഗമമാണ്. ഈ സ്നേഹസംഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രാർത്ഥനഗാനം ആലപിക്കുന്നത് സോജി ജോൺസൺ ആണ്. സോജി, വെൽക്കം ടു ദ സ്ക്രീൻ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ നിങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ വിൺമഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. താങ്ക് യു സോജി. മനോഹരമായ ഒരു പദന ലഭിച്ചതിന് വെൽക്കം. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് വരാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ 159ാം സ്നേഹസംഗമം ആഘോഷിക്കുകയാണ്. സ്നേഹസംഗമത്തിലായിരിക്കുകയാണല്ലോ നമ്മൾ എല്ലാവരും. എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന വളരെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന ഫാദർ ജെറിൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാം ആയ അഖിൽ കുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന മായ മാഡത്തിനെ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിലും എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്തിരിക്കുന്നു. ആശംസ പറയാനായിട്ടിരിക്കുന്ന സുമ മാഡത്തെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയാൻ ഇന്ന് കടന്നിരിക്കുന്ന നമ്മുടെ PR പിയൂസ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലബിലെ, ദർശന ക്ലബിലെ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും, അതുപോലെ ലീഡേഴ്സ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനു. എല്ലാവർക്കും വളരെ സ്വാഗതം പറഞ്ഞു. താങ്ക് യു, വെൽക്കം. അടുത്തതായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ലീല MG നാട്ടിയെ ആണ്. വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു. ആദ്യം കുറച്ച് അറിയിപ്പുകളുണ്ട്, അത് വായിക്കാം. ഈ ആഴ്ച നമുക്ക് നറുക്കെടുപ്പില്ല, ജോസേട്ടൻ ഇല്ലാത്ത കാരണം അത് ജോസേട്ടൻ വന്നിട്ട് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ഷിബിൻ ഹാരിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുപോലെ വിവാഹ വാർഷികമുണ്ട്. ഗ്ലോറിയ ഗ്രൂപ്പിൽ അംഗമായ ഗീതയുടെ വിവാഹ വാർഷികമുണ്ട്. പിന്നെ ജൂലൈ 1 മുതൽ
നമ്മളുടെ ഗ്രൂപ്പുകൾ മീറ്റിംഗ് തുടങ്ങുകയാണ്. അപ്പൊ അതിലെല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങളും കൃത്യമായി പങ്കെടുക്കാനും മീറ്റിംഗിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാനും ശ്രമിക്കുക. പിന്നെ നമ്മുടെ ബാസ്കറ്റ് കളി ഗ്രൂപ്പിലെ അംഗമായ ജിനി സ്റ്റീഫന്റെ ഭവന നിർമ്മാണത്തിനുള്ള തറക്കല്ലിടൽ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ പ്രാർത്ഥനയോടെ നിർവഹിച്ചു. ദർശന ക്ലബും ജോയ ലുക്കാസും ചേർന്ന് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഭവനം തടസ്സങ്ങൾ കൂടാതെ പൂർത്തിയാക്കാൻ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പിന്നെ ജൂലൈ 1-ാം തീയതി മുതൽ പുസ്തക പരിചയം ഈ 1-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ഇനി ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പേര് കൊടുക്കാം, പങ്കെടുക്കാം. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിൽ ബാസ്കറ്റ് കളിക്കാരുടെ കരകൗശല വസ്തു നിർമ്മാണ മത്സരം വരുന്നുണ്ട്. അപ്പൊ അടുത്ത മാസം അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അപ്പൊ അതിലും പങ്കെടുക്കാനുള്ളവർ ഇപ്പോഴേ തന്നെ അതിനായിട്ട് ഒരുങ്ങിയിരിക്കുക. അതിന്റെ നോട്ടീസ് വരുമ്പോ അത് പേര് കൊടുക്കുക. അതുപോലെ തന്നെ 1-ാം തീയതി മുതൽ ഈ ജൂലൈ 1-ാം തീയതി മുതൽ സ്വിമ്മിംഗ് ഗ്രൂപ്പിലെ നീന്തൽ പരിശീലനം നടക്കാൻ ചെറുതായിട്ട് നീന്തല് അറിയുന്നവർക്കായാലും അറിയാത്തവർക്കായാലും ഈ 1-ാം തീയതി മുതൽ സ്വിമ്മിങ്ങിന്റെ നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട്. അപ്പൊ അതിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും പങ്കെടുക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് അറിയിപ്പുകള്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായി ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചു വരുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റു ചെറിയ ഗ്രൂപ്പുകൾ ഇവയാണ്. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീമുകൾ, കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, കാഴ്ച പരിമിതരുടെ ശിങ്കാരിമേളം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളിൽ ഒന്നാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ചലന പരിമിതർക്ക് കാഴ്ച കുറവുള്ളവർക്കും വേണ്ടി ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവെക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനും ഈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക ബന്ധങ്ങൾ പരസ്പരം പങ്കുവെക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണിത്. മാർഗദർശികൾ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ ചലന പരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായ 436-ൽ പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ ശാരീരിക മാനസിക വിഷമതകൾ പങ്കുവയ്ക്കാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും സാമ്പത്തിക സഹായം നൽകി വരുന്ന ഒരു ഗ്രൂപ്പാണിത്. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവെക്കാനും സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ
2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ഒരു ചാനലായി മാറിയിരിക്കുന്നു. 8000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവ്, ആത്മീയമായ ഉന്നമനത്തിനു വേണ്ടിയുള്ള ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക പ്രവർത്തനങ്ങൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബിലൂടെ നടത്തിവരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്കും അത്ലറ്റ് മീറ്റും, വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തി വരുന്നു. 50-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തിവരുന്നു. റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, 22/6/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 158ാം സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം അവർ ലേഡി ഓഫ് സോറസിന്റേതായിരുന്നു. അവതരണം ശ്രീമതി പ്രിൻസി ചാക്കോ, പ്രാർത്ഥന ശ്രീമതി ഓമന ചിറ്റാട്ടുകര, സ്വാഗതം ശ്രീമതി സോജി ജോൺസൺ. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് കുമാരി ലീന MJ നാട്ടിക. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷനായ സോളമനച്ചന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട ആവശ്യകതയെ പറ്റി വിപണിയിൽ പുറന്തള്ളപ്പെട്ട ഒരു പഴയ മൊബൈൽ ഫോണിന്റെ കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചു. പുതിയ അപ്ഡേഷൻ ഇല്ലാത്തത് കാരണം ആദ്യം മികവ് കാണിച്ച ആ ഫോൺ ഇപ്പോൾ പിന്തള്ളപ്പെടാൻ കാരണമായി. അതുകൊണ്ട് നമ്മളും ഓരോ കാലഘട്ടത്തിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങളിലൂടെ മികവ് പുലർത്തി ജീവിതത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അച്ഛന്റെ വാക്കുകളിലൂടെ മനസ്സിലായി. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയത് റവറൻ ഫാദർ ലിംസൺ പുത്തൂർ CMI ആയിരുന്നു. അവർ ലേഡി ഓഫ് സോറസിലെ അംഗമായ സെലീന എന്ന അമ്മയുടെ പ്രിയ മകനാണ് ഞാൻ. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. സോളമനച്ചനും ഞാനും വൈദിക പരിശീലനം ഒരുമിച്ചായിരുന്നു. അച്ഛന്റെ പഠന മികവിനെ പറ്റിയും അർപ്പണ ബോധത്തെ പറ്റിയും എത്ര പറഞ്ഞാലും മതിവരില്ല. വില്ലേജിൽ വളരെ സന്തോഷത്തോടെ സേവനമനുഷ്ഠിക്കുകയും മലേറിയ ബാധിച്ച് പലപ്പോഴും ഗുളിക കഴിച്ചതിന്റെ ഫലമായി മുഖ്യാതിഥിയായി എത്തിയത് ശ്രീ VC വർഗീസ് സാറാണ്. യാത്രയിലായതുകൊണ്ട് ക്ഷമിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഞാൻ ആർമിയിൽ 16 വർഷം സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ചെറിയ ബിസിനസ്സായി മുന്നോട്ട് പോകുന്നു. ദർശന ക്ലബ്ബ് മറ്റുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും മാതൃകയാണ്. ഭിന്നശേഷിക്കാർക്ക് പ്രത്യാശ ഉണ്ടാകുന്ന സമാധാനപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശംസിക്കുന്നു. ഹൃദയംഗമമായ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറയാനെത്തിയത് ശ്രീ സണ്ണി ഡേവിസ് സാറാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തു. എല്ലാ ഞായറാഴ്ചയും ഞാൻ അത്താണിയിലെ പോപ്പോൾ മേഴ്സി ഹോമിൽ പോകുകയും അവരുടെ വിഷമങ്ങൾ, സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അവിടെ കിടപ്പ് രോഗികൾക്ക് വീൽ ചെയറിലിരിക്കുന്നവർ ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പരസ്പരം സഹായിക്കുന്നു. അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകുന്നു. സോളമനച്ചൻ എന്റെ നല്ലൊരു സുഹൃത്താണ്. എല്ലാ മേഖലയിലും വിജയം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്നവർക്കെല്ലാം വളരെ ഹൃദ്യമായി ശ്രീമതി ജാൻസി വർഗീസ് നന്ദി പറഞ്ഞു. 158ാം സ്നേഹസംഗമം വളരെ മനോഹരമായി അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സഭാ സമക്ഷം സമർപ്പിക്കുന്നു. ലീന MJ നാട്ടിക. റിപ്പോർട്ട് പാസ്സാക്കുമല്ലേ? റിപ്പോർട്ട് പാസ്സാക്കാം. താങ്ക് യു ലീന. വളരെ മനോഹരമായി റിപ്പോർട്ട് അവതരിപ്പിച്ചു, ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തി. താങ്ക് യു, വെൽക്കം. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്
ദക്ഷിണ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഖിൽകുമാർ ആണ്. അഖിൽകുമാർ, വെൽക്കം സ്ക്രീൻ. ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു സ്നേഹസംഗമത്തിന് കൂടി വേദി ഒരുങ്ങുകയാണ്. അതായത് 159ാമത്തെ സ്നേഹസംഗമാണ് നമ്മൾ ഇപ്പോ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെയും ക്ലബിലെയും ഗ്രൂപ്പിലേക്ക് എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വക സ്വാഗതം. തീർച്ചയായും നമ്മള് ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ നമ്മളിപ്പോ സൊസൈറ്റിയിലായാലും ക്ലബിലായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ അതുപോലെ തന്നെ പൊതു ഇടങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദം ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത് പലപ്പോഴും ചില ഇടങ്ങളിലൊക്കെ അതിനെ എവിടേക്കോ ഒരു ലംഘനം നേരിടുന്നു എന്നതും കൂടി ഒരു കാര്യമാണ്. അപ്പോ നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരണം. അതായത് നമ്മളെ പോലുള്ള ഭിന്നശേഷിയുള്ള ആളുകൾ ഒരിക്കലും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നേരിട്ടു അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങനെയല്ല. നമ്മൾ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സർക്കാർ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ സേവനങ്ങളും അല്ലെങ്കിൽ സംരംഭങ്ങളും ഒക്കെ നമ്മൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ തിരിച്ചറിയുന്നത്. ഇപ്പോ കുറച്ചാണ് മുമ്പ് ഒരു കാഴ്ചപരിമിതിയുള്ള ഒരാളൊരു ട്രെയിനില് പോകാൻ വേണ്ടി നിന്നപ്പോ ഒരു RPF ഉദ്യോഗസ്ഥരൊരു മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ അവൻ ആ വിദ്യാർത്ഥി പ്രതികരിച്ച് അതിനെതിരെ മുന്നോട്ട് പോയപ്പോ അത്തരത്തിലുള്ള നടപടി ഉണ്ടായി. അപ്പോ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ അത്തരത്തിലുള്ള അനുഭവങ്ങള് നേരിടുമ്പോ ഇപ്പൊ സപ്പോസ് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളത് പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് ഒരുപക്ഷെ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഞാനിങ്ങനെ ചെയ്തപ്പോ വാണിംഗ് അല്ലേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും വലിയ പ്രശ്നം ഇല്ല എന്ന് തോന്നിക്കരുത്. കാരണം അങ്ങനെ സമൂഹം മൊത്തത്തിൽ നമ്മളെ കൂടിയുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളതൊന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകൾ പരിഹരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കൂടി ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഡെറിനച്ചൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിൽ നിന്ന് മായ മാമും സുബാ മാമും ഒക്കെയാണ്. അപ്പം CDS നിന്ന്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യപ്പെട്ട മേഖലകളാണ്. ഇപ്പോ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള അച്ഛൻ ആയാലും ഡെറിനച്ചനായാലും അതുപോലെ തന്നെ മായ മാമിന്റെ കാര്യം എടുത്തു പറയാൻ കാരണം ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം ഈ എംപ്ലോയ്മെന്റിന്റെ നമുക്ക് ഇപ്പൊ സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അതായത് ഈ രജിസ്ട്രേഷൻ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തൊക്കെ നമുക്ക് എംപ്ലോയ്മെന്റ് വഴി കിട്ടുന്നുണ്ട്, അതൊക്കെ അറിയാൻ പറ്റുന്നൊരു വേദിയായിട്ടാണ് ഇതിന് നമ്മളെല്ലാവരും കാണണം. അപ്പോ അത്തരത്തിലുള്ള ആളുകളുടെ സേവനം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അറിയാനും കിട്ടുന്ന ഒരു അവസരമാണ്. അതുപോലെ അവർക്കും നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. പിന്നെ കുടുംബശ്രീ ആയാലും CDS അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പോലുള്ള ആളുകളെ കൂടി സാമൂഹിക ഉന്നമനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ അതെല്ലാം നമ്മളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ ഇപ്പോ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ടാണ് ഇനി കാണുന്നത്. അപ്പോ നമ്മുടെ സോളമനച്ചന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ നമ്മുടെ പ്യൂസാറിനായാലും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരായാലുള്ള സ്നേഹസംഗമം എന്ന ഈ കൂട്ടായ്മയുടെ നമ്മുടെ സമൂഹത്തിന്റെ ഭിന്നശേഷി സമൂഹത്തിന്റെ ശക്തിയാണ് ഇവിടെ ഓൺലൈൻ ആണെങ്കിലും കാണുന്നത്. കാരണം ഇത് ഒരു പ്രാവശ്യം പോലും നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. ഇത് തുടങ്ങിയ അന്ന് തൊട്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ശനിയാഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു മുടക്കം വരാതെ. ഇപ്പൊ 159ാമത്തെ എത്തി നിൽക്കുകയാണ്. അപ്പോ ഇതില് എല്ലാവരുടെയും വലിയൊരു നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള പുതിയ കാലവും അതുപോലെ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചുകൊണ്ട് നമ്മുടേതായ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഭിന്നശേഷി സമൂഹത്തെ ഉയർത്താൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. പ്രത്യേകിച്ച്
പുതിയ ആശയങ്ങളും അതുപോലെ നമ്മളിപ്പോ ക്രിക്കറ്റ് ടീം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് കുറച്ച് നാളായിട്ട് ഞാൻ ജസ്റ്റ് പറയാണ്, അത് ഒഫീഷ്യലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ക്രിക്കറ്റ് ബ്ലൈൻഡിന്റെ ക്രിക്കറ്റ് കാഴ്ചപരിമിതരായിട്ടുള്ള ക്രിക്കറ്റ് ടീം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പൊ കുറെ കാലമായിട്ട് നിർത്തിയിരിക്കായിരുന്നു, കാരണം അത് വേറൊരു അസോസിയേഷന്റെ കീഴിലായിരുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് അവര് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ വീണ്ടും നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ പുതിയതായിട്ട് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അത് നിങ്ങളെ ജസ്റ്റ് അറിയിച്ചെന്നുള്ളു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വിമ്മിങ് കോമ്പറ്റീഷൻ സ്വിമ്മിങ് ട്രെയിനിങ് ഇവിടെ ഇപ്പൊ 1-ാം തീയതി തൊട്ട് നടക്കും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാരും നിങ്ങളുടെ അറിവിലുള്ളവര് അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും അറിവിലുള്ള ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയിക്കുക. കാരണം ഇതൊരു അവസരമാണ്, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടാൻ പറ്റുന്ന, രാജ്യത്തിനും കേരളത്തിനും ഒക്കെ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്വിമ്മിങ്. നമ്മുടെ സിനി ചേച്ചി അറിയാം, ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് ആ ഒരു നേട്ടം കരസ്ഥമാക്കി വന്ന ഒരാളാണ്. അതുപോലെ മിക്ക ആൾക്കാരും ഇവിടെ കേരളത്തിനും രാജ്യത്തിനും ഈ നാഷണൽ ലെവലിലൊക്കെ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പൊ അതിനെ മറ്റൊരാളുടെ സഹായം, അതായത് ടീം എഫേർട്ട് അല്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് ഞാൻ തന്നെ നീതി നേടിയതാണ്, ഞാൻ തന്നെ പൊരുതി നേടിയതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഭിന്നശേഷിക്കാരായ ആളുകളുടെ കാഴ്ച പരിമിതിരും അതുപോലെ ഉയരം കുറഞ്ഞ വിഭാഗം, അതുപോലെ തന്നെ നമ്മുടെ വീൽ ചെയർ, അതുപോലെ പുസ്തക പരിചയം ഇവിടെ പറഞ്ഞു, അത് കാഴ്ചപരിമിതരുടെ ഫുട്ബോൾ ഗ്രൂപ്പ് നടത്തുന്നതാണ്. അപ്പൊ ഇതില് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച ഏതെങ്കിലും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ബുക്ക് റിവ്യൂ നമുക്കറിയാലോ, എല്ലാവരും അറിയുന്ന. അപ്പൊ അത് ആർക്കും പങ്കെടുക്കാം. അതിപ്പോ ഭിന്നശേഷിയുള്ള ആളുകളാവണമെന്നില്ല, ആർക്ക് നിങ്ങളുടെ അറിവിലുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അത് മാക്സിമം പങ്കെടുക്കാനും നമ്മളിപ്പോ എല്ലാവരും വായിക്കുന്നവരായിരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ എത്രത്തോളം കുറെ പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു വേദിയിലൂടെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ചുരുക്കത്തിൽ എന്താണ് അതെന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് മാക്സിമം എല്ലാവരും പരിചയപ്പെടുത്തും. ഇപ്പൊ June 19 വായനാ ദിനായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ കാര്യമായിട്ട് നമ്മളെല്ലാവരും ഈ പുസ്തകങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു ചെറിയൊരു വഴി, വലിയ വഴിയല്ല, നമുക്കിതൊന്ന് കേട്ടാൽ ഇതാണ് നല്ല ബുക്കാണ്, ഇതിന്റെ കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു വേദിയാണ്. അപ്പൊ അതും മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ വന്ന എല്ലാ അതിഥികളുടെയും വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സോളമനച്ചന്റെ ഭാഗത്തു നിന്നുള്ള ആശംസയും എല്ലാവരുടെയും പിന്തുണയും. ഇനി ഒരുപാട് പ്രവർത്തനങ്ങൾ സൊസൈറ്റി എന്ന രീതിയിലും ക്ലബ് എന്ന രീതിയിലും ചെയ്യാനുണ്ട്. ഇപ്പൊ ജിനി ചേച്ചിയുടെ വീടിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരുപാട് സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ചെയ്യാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു അഖിൽ കുമാർ. വളരെ മനോഹരമായിട്ട് ഭിന്നശേഷിക്കാരുടെ സേവനങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു. വളരെ മനോഹരമായിട്ട് വെൽക്കം. അടുത്തായി ഉദ്ഘാടന പ്രസംഗമാണ്. ഉദ്ഘാടന പ്രസംഗം ചെയ്യുന്നത് ഫാദർ ഡെറിൻ അരിയൂർ, സഹവികാരി പാലായൂർ, തൃശൂർ അതിരൂപത. അച്ഛാ, വെൽക്കം ടു. എല്ലാവർക്കും നമസ്കാരം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പാലൂര് പള്ളിയിലത്തെ കൊച്ചച്ഛനാണ്, ഫാദർ ഡെറിൻ അരിമ്പൂർ. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇപ്പോ 2ാമത്തെ വർഷം. 2022 ഡിസംബർ 29 ആയിരുന്നു എന്റെ തിരുപ്പട്ട സ്വീകരണം. ഇടവക വരെ എന്റെ സ്വന്തം സ്ഥലം കാരമുക്കാണ്, കണ്ടശാങ്കട്, വാടാനപ്പള്ളി, കാഞ്ഞാണി ആ റൂട്ടിൽ വരുന്ന ഒരു കൊച്ചു സ്ഥലമാണ് കാരമുക്ക്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. ആദ്യം കൊട്ടേക്കാട് പള്ളിയിലായിരുന്നു. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. കൊട്ടേക്കാട് പള്ളിയിലായിരുന്നു. പിന്നെ ഈ ഫെബ്രുവരി മാസത്തെ സ്ഥലമാറ്റത്തിലാണ് പാലൂര് പള്ളിയിലേക്ക് വന്നത്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു 2ാമത്തെ പൗരോഹിത്യ വർഷവും. ആദ്യമേ തന്നെ സോളമനച്ചന് ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയാം. സോളമനച്ചൻ ഗ്രൂപ്പിലുണ്ടാ? ജോയിൻ ചെയ്തില്ല. ഓക്കെ. അപ്പൊ അച്ഛനാണ് എന്നെ വിളിച്ചത്. അച്ഛൻ വഴി PU സാറിനാണ് എന്നെ വിളിച്ചത്. നമ്മുടെ PR ദർശന ക്ലബിന്റെ PU സാറിനാണ് എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ വരാന്ന് പറഞ്ഞു. 1:30 അപ്പൊ ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പും ഇതേപോലെ ഒരു ഗ്രൂപ്പില് പങ്കെടുത്തിട്ടുണ്ട്, ദർശന ക്ലബിന്റെ തന്നെ. ഇത് ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പാണല്ലേ ഇത് സംഘടിപ്പിക്കുന്നത്? അതെ. അപ്പൊ അതിനു മുമ്പും ഞാൻ വേറൊരു ദർശന ക്ലബിന്റെ തന്നെ ഈ ഗ്രൂപ്പ് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിലും പങ്കെടുത്തിട്ടുണ്ട്. അതെന്നെ വഴിയിട്ടാണ്. ഗ്ലോറിയ ഗ്രൂപ്പില് ഗ്ലോറിയ ഗ്രൂപ്പ്. ലില്ലേജി. ഓക്കെ. ലില്ലേജി ഓർക്കുന്നുണ്ട്.
അപ്പൊ എന്റെ ആന്റിയുടെ മകൻ ജിഫിൻ അവൻ വഴിയായിട്ടാണ് ഞാൻ അന്ന് ഇതില് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തത്. ജിഫിൻ വന്നിട്ടുണ്ടാവോ? ജിഫിനുണ്ട്. ജിഫിൻ ഉണ്ടല്ലേ? അപ്പൊ എന്റെ ആന്റിയുടെ മകനാണ്, അപ്പന്റെ പെങ്ങളുടെ മകൻ. അപ്പൊ അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റില് ക്ഷണിച്ചതിന് ഒത്തിരിയേറെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സോളമനച്ചനും പിയൂസന്നെ ഏറെ നന്ദി പറയുന്നു. പിന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ പരിഗണനയ്ക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഒരു എംടെക് പഠിച്ച ഒരു വിദ്യാർത്ഥി എംടെക് പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹം റാങ്ക് ഹോൾഡർ ആയിരുന്നു. അങ്ങനെ ജോലി സംബന്ധമായിട്ട് ആള് ഒരു വലിയൊരു കമ്പനിയിലെ സിഇഒയുടെ മുമ്പിലേക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് ചെന്നേക്കാണ്. അങ്ങനെ ഇന്റർവ്യൂ പങ്കെടുക്കുന്നു. മുമ്പിൽ സിഇഒ ഇരിക്കുന്നുണ്ട്. ആളാണെങ്കിൽ നല്ലൊരു സിംഹത്തിന്റെ ഒരു സ്വരം ഒക്കെ ഭയങ്കര ഗാംഭീര്യം. അപ്പൊ അങ്ങനെ അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോ താങ്കൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വകതിരിവും, ഒന്ന് യുക്തിയും. ലോജിക്കും വേണം, കോമൺ സെൻസും വേണം. അതാണ് ഈ ജോലിയുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഉദ്യോഗാർത്ഥി പറഞ്ഞു, ഇത് രണ്ടും എനിക്കുണ്ട് സാർ, ഞാൻ എംടെക് റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞു. അതും ഫേമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഞാൻ എംടെക് പാസ്സായി, അതും റാങ്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ പാസ്സായിക്കണത്. സാറ് ചോദിച്ചോളൂ, എനിക്ക് ഇത് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. ലോജിക്കും ഉണ്ട്, കോമൺ സെൻസും ഉണ്ട്, വകതിരിവും യുക്തിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സിഇഒ ചോദിച്ചു, രണ്ടുപേര് ഒരു ചിമ്മിനിയുടെ ഉള്ളിൽ കൂടെ പോവാണ്. ചിമ്മിനി മനസ്സിലായി? മനസ്സിലായി. അപ്പൊ അങ്ങനെ രണ്ടുപേര് ഒരു ചിമ്മിനിയുടെ ഉള്ളിൽ കൂടെ പോവാണ്. അപ്പൊ അങ്ങനെ അവര് ചിമ്മിനിയുടെ അകത്തൂടെ കടന്നു പുറത്തേക്ക് എത്തിയപ്പോ രണ്ടുപേരില് ഒരാളുടെ മുഖം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു, ഒരാളുടെ മുഖത്ത് കരിയുണ്ട്. അപ്പോ സിഇഒ ചോദിച്ചു, ഇതിൽ ആരായിരിക്കും മുഖം കഴുകുക എന്ന് ചോദിച്ചു. അപ്പോ ഈ ഉദ്യോഗാർത്ഥി പറഞ്ഞു, സിമ്പിൾ ലോജിക്, മുഖത്ത് കരിയുള്ള വ്യക്തി മുഖം കഴുകുമെന്ന് പറഞ്ഞു. സിഇഒ പറഞ്ഞു, തെറ്റ്, മുഖത്ത് കരിയുള്ള വ്യക്തി മുഖം കഴുകില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്യോഗാർത്ഥി ചോദിച്ചു, അപ്പൊ പിന്നെ ആര് കഴുകും? അപ്പോ ഈ സിഇഒ പറഞ്ഞു, ക്ലീൻ ആയിട്ടുള്ള മുഖമുള്ള വ്യക്തിയായിരിക്കും മുഖം കഴുകുക എന്ന് പറഞ്ഞു. അപ്പൊ കാരണം പറഞ്ഞു, ക്ലീൻ മുഖമുള്ള വ്യക്തി, മുഖം ക്ലീൻ ആയിട്ടിരിക്കുന്ന വ്യക്തി കരിയുള്ള വ്യക്തിയുടെ മുഖത്ത്, കരി പുരണ്ട ആ വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ, ആ മുഖത്ത് കരി ഉണ്ടെന്ന് കാണുമ്പോൾ ഈ ക്ലീൻ മുഖമുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും മുഖം കഴുകും. കാരണം എന്റെ മുഖത്ത് കരി ഉണ്ടെന്ന് കരുതി. അത്രമാത്രം ആലോചിച്ചില്ല എന്ന് ഉദ്യോഗാർത്ഥി പറഞ്ഞു. സാർ വീണ്ടും ഒന്ന് ചോദിക്കുമോ, ഞാൻ വീണ്ടും ഉത്തരം പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സാറ് ഇതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ചു, ആര് മുഖം കഴുകും? അപ്പോ ഉദ്യോഗാർത്ഥി പറഞ്ഞു, എംടെക് റാങ്ക് ഹോൾഡർ പറഞ്ഞു, നമുക്കറിയാലോ, ഇപ്പൊ എന്തായാലും മുഖത്ത് കരി പുരണ്ട വ്യക്തിയുടെ മുഖം കാണുമ്പോ മുഖം ക്ലീൻ ഉള്ള വ്യക്തി കഴുകുമെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും സിഇഒ പറഞ്ഞു, ഉത്തരം തെറ്റ്, ഇതില് കരി പുരണ്ട മുഖമുള്ള വ്യക്തി മുഖം കഴുകുമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ സംഭവിക്കും? അപ്പൊ സിഇഒ പറഞ്ഞു, ഈ ക്ലീൻ ആയിട്ടുള്ള മുഖമുള്ള വ്യക്തി മുഖം കഴുകുന്നത് കാണുമ്പോ കരി പുരണ്ട മുഖമുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും മുഖം കഴുകും. മുഖം കഴുകിയേക്കാം, ചിമ്മിനിയുടെ അകത്തു കൂടെ വന്നതല്ലേ, മുഖം കഴുകിയേക്കാം എന്ന് സ്വാഭാവികമായിട്ടും കരുതും. അപ്പൊ വീണ്ടും ഈ എംടെക് റാങ്ക് ഹോൾഡർ വീണ്ടും ക്ലിങ് ആയി. അപ്പൊ എന്താണ് ഈ സിഇഒ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. വീണ്ടും എംടെക് റാങ്ക് ഹോൾഡർ ചോദിച്ചു, ഒന്നുകൂടി ഒരു അവസരം ഉണ്ടായോ, ഞാൻ അതിന് ഉത്തരം പറയുന്നു പറഞ്ഞു. അങ്ങനെ വീണ്ടും അവസരം വീണ്ടും കൊടുക്കുകയാണ്. വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചു, ആര് മുഖം കഴുകും? അപ്പോ എംടെക് റാങ്ക് ഹോൾഡർ പറഞ്ഞു, മുഖത്ത് കരിയുള്ള വ്യക്തിയും മുഖം ക്ലീനായ വ്യക്തിയും മുഖം കഴുകുമെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും സിഇഒ ചോദിച്ചു, തെറ്റ്, കാരണം ഈ മുഖത്ത്
ക്ലീൻ മുഖമുള്ള വ്യക്തി, ഈ ക്ലീൻ മുഖമുള്ള വ്യക്തി മുഖം കഴുകില്ല. കരിപുരണ്ട മുഖമുള്ള വ്യക്തിയും മുഖം കഴുകില്ല. അപ്പൊ എന്താന്ന് മനസ്സിലായില്ല റാങ്ക് ഹോൾഡർക്ക്. അപ്പൊ സിഒ ഒന്നുകൂടി പറഞ്ഞു, ഒന്ന് യുക്തിപൂർവ്വം ഒന്ന് ചിന്തിക്കുക. കരിപുരണ്ട മുഖമുള്ള ആൾ മറ്റേ കാണുമ്പോ നോക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് മുഖം കഴുകാൻ ആലോചിക്കുക പോലുമില്ല. അപ്പൊ ക്ലീൻ മുഖമുള്ള വ്യക്തിയുടെ മുഖത്ത് കരിപുരണ്ട വ്യക്തി ഒന്ന് നോക്കുമ്പോ അപ്പൊ എന്റെ മുഖവും ക്ലീൻ ആണ് എന്ന് കരുതി ആളും മുഖം കഴുകില്ല. ക്ലീൻ മുഖമുള്ള വ്യക്തി ആ വഴിക്ക് നടന്നു പോകും, കരിപുരണ്ട വ്യക്തിയും ആ വഴിക്ക് കടന്നു പോകും. അപ്പോ ഈ റാങ്ക് ഹോൾഡർ വീണ്ടും അങ്കലാപ്പിലായി. എവിടെ ചെന്നിട്ടാണ് ഈ ഉത്തരത്തിന്റെ അവസാനം വിജയിക്കുന്നത്? വീണ്ടും ആള് ഗതി കെട്ടുകൊണ്ട് അവസാനം വീണ്ടും ഒരു അവസരം ചോദിക്കുകയാണ്. വീണ്ടും തരൂ സാർ, ഞാൻ വീണ്ടും ഉത്തരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും സിഇഒ അവസരം കൊടുക്കുകയാണ്. വീണ്ടും ഇതേ ചോദ്യം, ഇതിൽ ആര് മുഖം കഴുകും? അപ്പോ റാങ്കർ വീണ്ടും എന്താ പറയാ, എന്തുത്തരം പറയും എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോ വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, രണ്ടുപേരും മുഖം കഴുകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല സാർ, ഇങ്ങനെ ചിന്തിച്ചാല്. അപ്പോ വീണ്ടും സിഎ പറയുകയാണ്, വീണ്ടും ഇദ്ദേഹത്തിന് തെറ്റി. സിഎ പറഞ്ഞു, ഈ ക്ലീൻ മുഖമുള്ള വ്യക്തി വീണ്ടും ആ കരിപുരണ്ട വ്യക്തിയെ കാണുമ്പോ കരിപുരണ്ട വ്യക്തി മുഖം കഴുകുന്നില്ലല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ക്ലീൻ മുഖമുള്ള വ്യക്തി മുഖം കഴുകാതെ നടക്കും. അപ്പൊ അത് കണ്ട് കരിപുരണ്ട വ്യക്തിയും മുഖം കഴുകാതെ നടക്കുന്നു പറഞ്ഞു. റാങ്ക് ഹോൾഡർക്ക് ഭയങ്കര വിഷമമായി. ഇതെന്താണ്, എവിടെയാ ചെന്നിട്ടാണ് ഈ ഉത്തരം അവസാനിക്കണേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ പഠിച്ചു സാർ, പക്ഷെ സാറിന്റെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ റാങ്കർ ഈ സിഇഒ ചോദിച്ച ചോദ്യത്തിന് ഈ റാങ്കർക്ക് ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. ഞാൻ ഈ അടുത്ത് ഒരു സാറിന്റെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ അതിൽ നിന്ന് കേട്ട ഒരു കഥയാണത്. ആര് മുഖം കഴുകും എന്നുള്ളത്. എങ്ങനെ യുക്തിപൂർവ്വം ചിന്തിച്ചാലും നമുക്ക് പല ഉത്തരങ്ങൾ വരുന്നതുകൊണ്ട് ആരാണ് മുഖം കഴുകുക എന്നുള്ളത് നമുക്കും ഒരു സംശയം തന്നെയാണ്. ആര് മുഖം കഴുകും? ഈ ഒരു കഥയില് ഡയലോഗില്ല, സംഭാഷണമില്ല. ആര് മുഖം കഴുകും എന്നതില് മറ്റുള്ളവരുടെ മുഖം നോക്കിയിട്ടാണ് പ്രവൃത്തികൾ വരുന്നത്, അല്ലാതെ ഇതില് സംഭാഷണമില്ല. പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തില് നമ്മളിപ്പോ ആയിരിക്കുന്ന ഇടങ്ങളില്, ജീവിക്കുന്ന ഇടങ്ങളില്, കുടുംബ ജീവിതത്തില്, എന്റെ വ്യക്തിപരമായ ജീവിതത്തില് ഈ സംഭാഷണത്തിന് കുറവ് വരുമ്പോ പലപ്പോഴും യുക്തി കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തില് നമ്മുടെ ജീവിതം ഒരു പക്ഷെ മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പലപ്പോഴും നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നെ നയിക്കാനുണ്ടെങ്കിൽ ഇതാണ് ശരി. ഈ കരിപുരണ്ട വ്യക്തിയുടെ മുഖത്ത്, സുഹൃത്തെ എന്റെ മുഖത്ത് കരിയുണ്ട് എന്ന് ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ, ആ കരിപുരണ്ട വ്യക്തിയുടെ മുഖത്ത് നിന്ന് ആ കരി നീക്കം കളയാനായിട്ട് ഒരു വ്യക്തിക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിച്ചാല് അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ചെറിയൊരു സംഭവത്തില് ഡയലോഗില്ല, മുഖത്തുകൊണ്ടുള്ള മുഖത്തുനിന്നുള്ള ഒരു നോട്ടം മാത്രം. ആ നോട്ടത്തിലാണ് പല പ്രവർത്തികൾ, ഇപ്പോ സിഎ പറഞ്ഞ യുക്തിപൂർവമായിട്ടുള്ള പല ഉത്തരങ്ങളിലും വരുന്നതെല്ലാം നോട്ടത്തിലൂടെ വരുന്ന പ്രവൃത്തികളാണ്. അപ്പൊ ഈ ഒരു ഡയലോഗ് കുറഞ്ഞ് മുഖത്ത് നോക്കിയുള്ള എന്റെ പെരുമാറ്റച്ചട്ടങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ മനസ്സറിയാത്ത രീതിയിൽ ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതാണ് പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന ചില പാളിച്ചകളായിട്ട് നമുക്ക് തോന്നാറുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് ഇവിടുത്തെ ഈ ഒരു
CEO പറഞ്ഞ ഈ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തില് ഈ പശ്ചാത്തലം എന്തായിരുന്നു? രണ്ടുപേർക്കും ഡയലോഗ് ഇല്ലാതെ പോയി. ഇതില് ഒരു ധാരണ ഇല്ലാതെ പെരുമാറുന്നു എന്നുള്ളതാണ് ആ സിഇഒയുടെ പല ഉത്തരങ്ങളിലും നമ്മൾ അതിന്റെ സിഇഒ യുക്തിപൂർവം അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസറുകൾ. കാരണം അവിടെ ഒരു പരസ്പര ധാരണയില്ല, ഡയലോഗില്ല. ഈ മുഖത്തു നിന്നുള്ള നോട്ടത്തിൽ വരുന്ന ഉത്തരങ്ങളാണ് പലപ്പോഴും അവിടെ പല പെരുമാറ്റത്തിലൂടെ വരുന്നത്. ഇതിൽ ഡയലോഗ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. നിന്റെ മുഖം വൃത്തികേടാണല്ലോ, നിന്റെ മുഖത്ത് കരിയുണ്ടല്ലോ, ഞാൻ ആ മുഖം കഴുകിത്തരാം, ആ കരി പോകുന്നത് വരെ ഞാൻ മുഖം കഴുകിത്തരാം എന്ന് പറയുന്ന ആ ഒരു പരിഗണനയുടെ ഒരു നല്ലൊരു മനോഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുമ്പോൾ, ഇതില് ഞാൻ എന്റെ അമ്പരനെ സ്വീകരിക്കുന്നതാണല്ലോ അവന്റെ മുഖത്തെ ആ കരി കഴുകി കളയുന്നത്. എന്റെ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഒരു മുഖത്ത് എന്തെങ്കിലും ഒരു പാടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കളിയാക്കി ചിരിക്കും. ആ കളിയാക്കി ചിരിക്കുന്നതിനിടയിലും ഒരു കൂട്ടുകാരൻ അത് തട്ടി കൊടുക്കാനായിട്ട് ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരുത്തന്റെ മേത്ത് ചെളിയായി, അവൻ നിന്ന് കരയായിരിക്കും. നമ്മള് ആ കരച്ചിലിന്റെ ഇടയിലും മുഴങ്ങിക്കേൾക്കുന്നത് ചുറ്റും നിൽക്കുന്ന കൂട്ടുകാരുടെ ചിരികളായിരിക്കും, പൊട്ടിച്ചിരിയായിരിക്കും. അവന്റെ വെള്ളക്കെട്ടില് കരിപുരണ്ടടാ, ചെളിയെ തെറിച്ചില്ലടാന്ന് പണ്ട് നമ്മൾ ഒരു പക്ഷെ പൊട്ടിച്ചിരിക്കാണ്. അത് ബാല്യകാലത്ത് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ചിലപ്പോ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ചിരി വരും, സ്വാഭാവികം. പക്ഷെ അങ്ങനെ ചിരിക്കുന്നവരുടെ കൂട്ടത്തിലും ചിരിച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷെ ആ വിഷമിച്ച് നിൽക്കുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആ പൈപ്പിൻ ചൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഷർട്ടൊന്ന് കഴുകി തരാൻ മനസ്സ് കാണിക്കുന്ന നല്ല കൂട്ടുകാരന്മാരും നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ ആ സംഭവങ്ങളൊക്കെ വീണ്ടും നമ്മളൊന്ന് അയവറക്കുമ്പോ അങ്ങനെയൊക്കെ കടന്നു ചെന്ന കൂട്ടുകാരന്മാരെ നമുക്ക് ഇപ്പോഴും ആ മുഖത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കാരണം ആ കൂട്ടുകാരന്മാരെ അന്ന് ചെയ്തതൊക്കെ അത്രയും വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളന്ന് ആ കുഞ്ഞു മനസ്സ് നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മളെപ്പോഴും അവനെ കളിയാക്കി തിരിച്ചു, അത് വിട്ടു കളഞ്ഞു. അവൻ കുറച്ചു നേരം കരഞ്ഞു, നമ്മൾ കുറച്ചു നേരം തിരിച്ചു കഴിഞ്ഞു. അവന് പിന്നെ വേറെ പ്രശ്നമില്ല, നമുക്ക് വേറെ പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഈ ഡയലോഗ് നഷ്ടപ്പെട്ടുകൊണ്ട് ഈ പരസ്പരം കെയർ ചെയ്യുന്ന ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങള് ആരംഭിക്കുന്നത് തന്നെ. ഇന്നത്തെ കാലഘട്ടത്തില് ഈ യുവജനങ്ങൾക്ക്, ഞാനിപ്പോ ഈ പള്ളിയിലിരിക്കുമ്പോ ഒത്തിരിയേറെ യുവജനങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ഒത്തിരിയേറെ യുവജനങ്ങളുടെ വിവാഹം കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഒത്തിരി പേരുടെ വിവാഹങ്ങൾ ശരിയാവുന്നില്ല. കുറെ പേർക്ക് ആഗ്രഹമുണ്ട് വിവാഹം കഴിക്കാൻ, പക്ഷെ ഒന്നും റെഡി ആയിട്ട് വരുന്നില്ല. അപ്പോഴും അവര് പരസ്പരം ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ചിലരിപ്പോ ചോദിക്കും, കെട്ടിട്ടിപ്പം എന്തിനാ, കുറെ ജീവിതങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് വെള്ളത്തിലായ ഒരു അവസ്ഥ. പിന്നെ എന്തിനാ ഇപ്പൊ ഞാനീ എന്താ പറയാ അറിഞ്ഞുകൊണ്ട് കുടിച്ചിട്ട് അതിന്റെ തലവെച്ച് കൊടുക്കണേ എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ യുവജനങ്ങളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിലും, പെൺകുട്ടികളുടെ ഇതൊരു ആധിപത്യം ചെറിയ രീതിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിലും, ഭർത്താവിന് വഴങ്ങി ഭാര്യ നിൽക്കണം എന്നുള്ളൊരു ചെറിയൊക്കെ ചിന്ത ഇപ്പോഴും ഉണ്ടെങ്കിലും ആ പെൺകുട്ടികൾ ചിന്തിക്കുന്നതിനാണ് നമ്മൾ വെറുതെ തലവേദന പിടിക്കാൻ പോണേ, എനിക്ക് ഫ്രീ ആയിട്ട് ജീവിച്ചൂടെ എന്നുള്ളതാണ്. പലപ്പോഴും ഈ കുടുംബങ്ങളിൽ വരുന്ന ഈ പരസ്പര ധാരണയില്ലാത്ത സംസാരം, പെരുമാറ്റങ്ങള്, ഒരു എന്താ പറയാ മനസ്സ് തുറന്നുള്ള സംസാരം വരാത്തിടത്താണല്ലോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഈ രണ്ടു കൂട്ടുകാരന്മാർക്കും സംഭവിച്ചത് തന്നെയാണ്. ആര് മുഖം കഴുകും? ആ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ മുമ്പിൽ തന്നെയാണ്. കരിപുരണ്ട വ്യക്തി തന്നെയാണ് മുഖം കഴുകേണ്ടത്. രണ്ടുപേർക്കും വേണമെങ്കിൽ മുഖം കഴുകാം, കാരണം ഒരു ചിമ്മിനിയുടെ ഉള്ളിൽ കൂടിയാണ് അവര് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ അവര് ആ പ്രശ്നം സങ്കീർണമാകുന്നത് ആ ഡയലോഗ് നഷ്ടപ്പെടുന്നിടത്താണ്. ഒരു നല്ല സുഹൃത്ത്, നല്ല സഹോദരൻ കൂടെയുള്ളപ്പോ പറയാണ്, എന്റെ മുഖത്ത് കരിയുണ്ട, എന്റെ മുഖത്ത് കുഴപ്പമില്ല, ഇല്ല നിന്റെ മുഖത്ത് കുഴപ്പമില്ല, എന്നാലും ഒന്ന് മുഖം കഴുകിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒന്ന് മുഖം കഴുകി രണ്ടുപേരും ക്ലീൻ മുഖമുള്ള ആൾക്കാരായിട്ട് തിരിച്ചു പോരുമ്പോ അവിടെ പൂവിടുന്നത് ആ സൗഹൃദമാണ്. എന്നാലും അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തെ അതിലേക്ക് നമുക്കൊന്ന് സൂചിപ്പിക്കാം. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് ഈ ഒരു കഥ നമുക്ക് ഉദാഹരണമാക്കാം, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദത്തിന് ഈ ഒരു കഥ നല്ല ഒരു ഉദാഹരണമാക്കാം. അപ്പൊ ഇവിടെയും ഈ സംസാരം നഷ്ടപ്പെടുന്നിടത്താണ് നമുക്ക് എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളില് ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന എപ്പോഴാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്നോട് പറയേണ്ട കാര്യം അവൻ പറഞ്ഞില്ല, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ചിലത് ചെയ്യാൻ പറ്റിയില്ല.
ഇതൊക്കെ ഈ ചെറിയ ചെറിയ നിസ്സാരക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഈ വിഘ്നങ്ങൾ സംഭവിക്കുന്നത്, ഈ അഡ്രസ്സുകൾ സംഭവിക്കുന്നത്. പള്ളിയിലിരിക്കുമ്പോ തന്നെ നമുക്ക് 100,000 സംഘടനകൾ ഉണ്ട് അല്ലേ. ഒരു പള്ളിയിലിരിക്കുമ്പോ ഒരു നേഴ്സറി കുട്ടിക്ക് തൊട്ട് മരണം വരെയുള്ള മരിക്കണ വരെ നമുക്ക് വേണമെങ്കിൽ 80-85 വയസ്സായി അമ്മാമ്മയ്ക്ക് വരെ ഇവിടെ അപ്പൊ അതിനൊരു സംഘടനയുണ്ട്. സംഘം ചിത്രവേദി വരെ തിരുപ്പാലത്തേക്ക് തൊട്ട് ചിത്രവേദി. അപ്പൊ അതിന്റെ ഇടയിലുള്ള എല്ലാ പല ഏജ് കാറ്റഗറിയിലുള്ളവരും എല്ലാവർക്കും സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ ഒക്കെ ചെറിയൊരു എന്താ പറയാ സംസാരത്തിലൊക്കെ വരുന്നത് ചെറിയ നിസ്സാര കേസിലൊക്കെ മേലെയായിരിക്കും ഇങ്ങനെ ഓരോരുത്തർ വർത്താനം പറഞ്ഞിരിക്കുക. നിസ്സാരം എന്നിട്ട് വെച്ചാൽ ഒരു പോംവഴി വിളിക്കേണ്ട സമയത്തൊന്നും വിളിക്കാതെ പോയതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. വലിയ ആനത്തല ഇല്ലാത്ത പ്രശ്നങ്ങളായി വലിച്ചെറിഞ്ഞ് പോക്കായി സംഘടന തിരിച്ചു വന്നൊരവസ്ഥയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, പരസ്പര ധാരണ നഷ്ടപ്പെടുന്നിടത്ത് നഷ്ടപ്പെടുന്ന നമ്മുടെ ചില സംസാരങ്ങൾ, ആ സംസാരം ഡയലോഗ് നഷ്ടപ്പെടുന്നിടത്ത് വരുന്ന ചില പാളിച്ചകളാണ് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴികളിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തില്, പരസ്പര ഐക്യത്തില്, പരസ്പരം സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മകളാണ് നമ്മുടെ എല്ലാതും. അത് വൈദിക കൂട്ടായ്മയായാലും നമ്മുടെ ഈ ദർശന ക്ലബിലത്തെ പല വിധത്തിലുള്ള കൂട്ടായ്മകളായാലും ഏത് തന്നെയായാലും എല്ലാം പരസ്പര ധാരണയോടുകൂടി പരസ്പര വിശ്വാസത്തിൽ, പരസ്പര സ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിൽ, സഹോദരി സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന കൂട്ടായ്മകളാണ്. ആ കൂട്ടായ്മകളിലൂടെത്താണ്, ആ കൂട്ടായ്മകളിലൂടെയാണ് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നത്, മനസ്സുകൾ ഒന്നാകുന്നത്. ശരീരം പലതാണെങ്കിലും ഒരു മനസ്സോടുകൂടി ആ സംഘടനയിൽ ജീവിക്കുന്നവര്, ആ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ളവര്. അപ്പോ ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടാതെ പരസ്പര ധാരണയില് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഈ കൂട്ടായ്മകളെല്ലാം പോകേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. ഈ കൂട്ടായ്മ വിജയകരമായി മുന്നോട്ട് പോകുന്നത് തന്നെ അതിന്റെ ഒരു വലിയൊരു തെളിവാണ്. പരസ്പര സംസ്കാരം, പരസ്പരം നമ്മുടെ ഷെയറിങ്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നമ്മുടെ ഈ കൂടിക്കാഴ്ചകൾ, ഇതെല്ലാം നമ്മുടെ ഈ കൂട്ടായ്മയെ വളർത്തുന്നതാണ്. ഈ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. പിന്നെ ഇവിടേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഉദ്ഘാടന കർമ്മമാണ് എന്നോട് നിർവഹിക്കാൻ പറ്റുന്ന കർത്തവ്യം. ഏറെ സ്നേഹപൂർവ്വം സന്തോഷത്തോടു കൂടി ഈ ഒരു കൊച്ചു മീറ്റിംഗ് നിങ്ങളുടെ ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പിന്റെ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. വളരെ മനോഹരമായിട്ട് അനുഭവം കഴിവ് വന്ന 2 വിദ്യാർത്ഥികളുടെ കഥയൊക്കെ പറഞ്ഞ് വളരെ മനോഹരമാക്കിയ അച്ഛന് 1000 താങ്ക് യു. വെൽക്കം അച്ഛ. സൈനുദ്ദീൻ വീഡിയോ ഓഫാക്കാവോ? സൈനുദ്ദീൻ വീഡിയോ ഓഫാക്ക്. അടുത്തതായി ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ മുഖ്യ അതിഥി എത്തിയിരിക്കുന്നത് മായ എം, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കുണ്ടറ. മാഡം, വെൽക്കം ടു ദ സ്ക്രീൻ. മായ മാഡം ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ. അടുത്തതായി ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ മുഖ്യ അതിഥി എത്തിയിരിക്കുന്നത് മായ എം, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കുണ്ടറ. മാഡം, വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ക്ഷണിച്ചതിന് എന്റെ നന്ദി എല്ലാവരെയും അറിയിക്കുന്നു. എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും നല്ല എന്റെ ബ്രോഷറൊക്കെ കണ്ട് നടത്തുന്ന കൂട്ടായ്മകളിലും ചാരിറ്റിയും എല്ലാം കണ്ട് നമ്മുടെ സമൂഹത്തില് യുവത്വം നശിച്ചിട്ടില്ല, അല്ലെങ്കിൽ നന്മയുള്ള സമൂഹം നശിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. നമ്മൾ എല്ലാവരും സമൂഹത്തിന്റെ പല തട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ഇല്ലയോ? അത് എല്ലാവർക്കും വേണ്ടി ഓരോ കാറ്റഗറി തിരിച്ച് ഓരോരുത്തരെയും ചേർത്ത് ഓരോ ഗ്രൂപ്പായിട്ട് വളരെ നല്ല കർമ്മം ചെയ്യുന്ന ഇതിലെ ഓരോ പ്രവർത്തകരും എന്റെ ഭയങ്കരമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്കിങ്ങനെ പ്രസംഗിച്ച് പരിചയമോ അല്ലെങ്കിൽ
ഒരുപാട് പങ്കെടുത്ത് അങ്ങനെ ഒന്നും ഒരു പ്രാവീണ്യമുള്ള ആളല്ല. ഞാൻ സാധാ ഒരാളാണ്. പിന്നെ എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാല് ഞാനിപ്പം എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സഹായകമാകുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എംപ്ലോയ്മെന്റിൽ രജിസ്ട്രേഷൻ ഉള്ളവരാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എല്ലാവരും എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല. ഏത് പ്രായമുള്ളവർക്കും നമുക്ക് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ എംപ്ലോയ്മെന്റ് വഴി ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ താഴേക്കടയിൽ തൊട്ട് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് നമ്മള് ഭിന്നശേഷി എന്ന് പറഞ്ഞാല് അത് ഒരു അസുഖമോ അല്ലെങ്കിൽ താഴേക്കിടയോ ഒന്നുമല്ല. എന്നാൽ പോലും ആ ഡിസബിലിറ്റി ഉള്ള, അതായത് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയ്മെന്റ് വഴി ചെയ്യുന്നുണ്ട്. അതായത് ലോണ്, സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോണ് കൊടുക്കുന്നുണ്ട്. അതായത് 50% സബ്സിഡി വെച്ച് പലിശരഹിതമായിട്ടുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തില് ഹസ്ബൻഡ് മരിച്ച വിധവകളായിട്ടുള്ള സ്ത്രീകള്, അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകള്, പിന്നെ കിടപ്പ് രോഗികളായ ഭർത്താക്കന്മാരുള്ള അങ്ങനെയുള്ള ലേഡീസ്, അവർക്കെല്ലാം ലോൺ കൊടുക്കുന്നുണ്ട്. എമൗണ്ട് 50,000 രൂപയാണ്. നമുക്ക് 50% സബ്സിഡി കിട്ടും. അതായത് 25,000 രൂപ 5 വർഷമായിട്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 5 വർഷമായിട്ട് അടച്ചു തീർത്താൽ മതി. അങ്ങനെ പലതരം സ്കീമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അല്ലാത്ത യുവ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്വയം തൊഴിൽ സംരംഭം ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡിയുള്ള ലോണുകളുണ്ട്. 20%, 25% സബ്സിഡിയുള്ള ലോണുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയ്മെന്റ് വഴി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് ഒരു ജോലിക്ക് ഒരു വേക്കൻസി എംപ്ലോയ്മെന്റ് അറിയിച്ചാലും ആ ഒരു ജോലിക്ക് ഒരു ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളെ കൂടി നമ്മൾ അതിനെ പരിഗണിച്ച് അയക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പരിധിയിലുള്ള എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഇതിന് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നേരം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ തന്നെ എംപ്ലോയ്മെന്റ് വഴി സ്ഥിര നിയമനം ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവര് പറയുന്നത് PSC വഴി കിട്ടുന്നു എന്നാണ്. അതിനകത്ത് എന്താ അതിനകത്ത് എല്ലാവർക്കും പറയാനുള്ള ഒരു വൈമനസ്സൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഒരുപാട് പേർക്ക് നമ്മൾ എംപ്ലോയ്മെന്റ് വഴി ജോലി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എംപ്ലോയ്മെന്റിലെ കാര്യങ്ങൾ സംശയമുണ്ടോ ആർക്കെങ്കിലും? നമ്മളെ ഈ കൈവല്യ ലോൺ എന്താ ചെയ്യണം? നമ്മളെ കൈവല്യ ലോൺ അല്ല നമ്മളെ 25% സബ്സിഡി ഉള്ള 25 അല്ലാതെ 50% സബ്സിഡി ഉണ്ട്. അതായത് 50,000 രൂപ കിട്ടിയാൽ 25,000 രൂപ തിരിച്ചടച്ചാൽ മതി. അതിന് അതാത് ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ചെന്ന് 55 വയസ്സ് വരെയുള്ളവർക്കാണ് കിട്ടുന്നത്. 21 തൊട്ട് 55 വയസ്സ് വരെയുള്ളവർക്ക് കിട്ടും. അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ചെന്നാൽ ഫോം കിട്ടും. ആ ഫോം വാങ്ങിച്ച് പൂരിപ്പിച്ച് അതിനകത്തൊരു ഫോട്ടോ ഒട്ടിക്കണം. ഫോട്ടോ ഒട്ടിച്ചിട്ട് വരുമാന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അത് നമ്മളെ റേഷൻ കാർഡ് BPL ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ട. BPL റേഷൻ കാർഡ് അല്ലാത്തവരെല്ലാം വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഓരോ കോപ്പി, നമ്മളെ എംപ്ലോയ്മെന്റ് കാർഡിന്റെ കോപ്പി, നമ്മളെ ജോയിന്റ് ഒരു ബാങ്ക് പാസ്ബുക്ക് കാണുമല്ലോ, ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കും. അന്നേരം ആ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, പിന്നെ നമ്മളുടെ ഡിസബിലിറ്റി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടെ വെച്ച് അപേക്ഷ കൊടുത്താൽ മതി. അന്നേരം നമുക്ക് ഒരുപാട് താമസമില്ലാതെ തന്നെ ആ ലോണ് കിട്ടുന്നതായിരിക്കും. പിന്നെ ജോലിയുടെ കാര്യത്തിനായാലും എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്താൽ ജോലി കിട്ടും കേട്ടോ. എല്ലാവർക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന ഒരു 80% ആൾക്കാർക്കും ജോലി കിട്ടും. കൃത്യമായിട്ട് രജിസ്ട്രേഷനും പുതുക്കലും ഉണ്ട്. എന്തോ ഒരു സംശയം ചോദിക്കട്ടെ മാഡം? ചോദിച്ചോ. അതായത് ഇപ്പൊ നമ്മള് എത്ര വയസ്സ് വേണമെങ്കിലും ഇവിടെ എംപ്ലോയ്മെന്റിൽ നമുക്ക് പേര് കൊടുക്കാന്ന് പറഞ്ഞല്ലോ, രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ജോലിക്ക് അത് എത്ര മാത്രം പരിഗണിക്കും? ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ എത്ര വരെ ജോലിക്ക് അത് പരിഗണിക്കുമോ? നമ്മുടെ നിലവിലെ നിയമം അനുസരിച്ച് എംപ്ലോയ്മെന്റില് ജോലിക്ക് പരിഗണിക്കുന്ന പ്രായപരിധി 50 വയസ്സാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയ്മെന്റിൽ ജോലിക്ക് പരിഗണിക്കത്തില്ല. 50 വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾക്ക് 70 വയസ്സ് വരെ ജോലി ചെയ്യാം. പക്ഷെ ജോലിക്ക് പരിഗണിക്കുന്ന മാക്സിമം പ്രായപരിധി 50 വയസ്സാണ്. ലോണിന്റെ പ്രായപരിധി 55. പിന്നെ ഈ കൈവല്യ അല്ലാതെ നവജീവൻ എന്ന് പറയുന്ന ഒരു ലോണുണ്ട്. അത് 50 വയസ്സ് കഴിഞ്ഞ് 65 വയസ്സ് വരെയുള്ള എല്ലാവർക്കും കിട്ടുന്നതാണ്. ജോലിക്ക് 50 വയസ്സ് വരെ മാത്രമേ എംപ്ലോയ്മെന്റിൽ നിന്ന് പരിഗണിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പണ്ടൊക്കെ നമ്മള്
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില്, പിന്നെ അത് പുതുക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളുടെ വീട്ടിലിപ്പോ അതിനെ പോയി ചെയ്യാൻ ഒരാളുണ്ടായില്ല എന്ന് വിചാരിച്ചാല് ഇപ്പൊ നമുക്ക് അത് പുതുക്കുമ്പോ ആദ്യത്തെ ആനുകൂല്യം കിട്ടുമോ? കിട്ടും. നമുക്ക് അതിനാണ് സർക്കാർ എല്ലാ വർഷവും നമുക്ക് ഈ പുതുക്കുന്നതിന്റെ ഒരു പ്രത്യേക പുതുക്കൽ എന്ന് പറഞ്ഞ ഒരു സംഭവം വരും. അതായത് നമുക്ക് പഴയ സീനിയോറിറ്റിയോടെ പുതുക്കി കിട്ടുന്നത് ആ സമയമാകുമ്പം അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലോ അതല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ഒരു സൈറ്റ് ഉണ്ട്. ഞാൻ ഇതിന്റെ കോർഡിനേറ്റർക്ക് ആ സൈറ്റ് അഡ്രസ്സ് അയച്ചു കൊടുത്തേക്കാം. ആ അഡ്രസ്സിൽ ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്വന്തമായിട്ടോ പുതുക്കാവുന്നതാണ്. നോർമലി നമുക്ക് ഒരു വർഷം ജൂൺ തൊട്ട് ഡിസംബർ വരെ ഏത് മാസം വേണമെങ്കിലും ആ ഓർഡർ വരാം. ആ സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുതുക്കാൻ പോവുകയാണെങ്കിൽ പഴയ സീനിയോറിറ്റിയോടെ നമുക്ക് പുതുക്കി കിട്ടും. അപ്പൊ മാഡം ആ സമയമാകുമ്പോ PR-ഓടൊന്ന് പറയോ അത് അങ്ങനെ ഉണ്ടെന്ന്? എന്തോ ഇപ്പൊ ദർശനയുടെ മാഡത്തിനെ വിളിച്ചില്ലേ, അവരോടൊന്ന് പറയോ അങ്ങനെ ആ സമയം വരുമ്പോ ഒന്ന് ഓർമ്മിപ്പിക്കോ? ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. കാരണം പലരുടെയും അത് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടേക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഞാൻ വിചാരിക്കുന്നു ഇതിന്റെ കോർഡിനേറ്റർ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഞാൻ ഇത് വരുമ്പോഴെല്ലാം സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആ സ്റ്റാറ്റസ് അപ്ഡേറ്റ് അവർക്കും കിട്ടുന്നതാണ്. അല്ലാതെ ഞാൻ വിട്ടുപോയില്ലെങ്കിൽ, അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്. ചിലപ്പോ നമ്മൾ മനുഷ്യരല്ലയോ, ഏതെങ്കിലും ഒരു കാരണവശാല് ഞാൻ വിട്ടുപോയാലോ. അതുകൊണ്ട് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കും. എന്റെ കോർഡിനേറ്റർക്ക് ഈ നമ്പർ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടും. അന്നേരം ഇതിപ്പോ ജൂൺ ആയിട്ടുണ്ട്, ഒരു 6 മാസത്തിനകം എന്തായാലും ഡിസംബറിന് മുമ്പ് ഇത് വരും കേട്ടോ. ഓക്കെ. മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. ഈ കൈവില ലോൺ കിട്ടുമോ? എന്തോ APL കാർഡില്ല, അവർക്ക് ഈ കൈവില ലോൺ കിട്ടുമോ? കൈവില ലോൺ കിട്ടുമോ APL കാർഡുകാർക്ക്? APL അങ്ങനൊന്നുമില്ല. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കൂടുതലല്ലെങ്കിൽ നമുക്ക് ലോൺ കിട്ടും. അന്നേരം നമ്മളുടെ റേഷൻ കാർഡിൽ സർക്കാർ ജോലിക്കാരും ഇല്ലെങ്കിൽ നമുക്ക് വാർഷിക വരുമാനം അത്രയും കൂടുതൽ വരത്തില്ല. APL കാർഡ് ആണെങ്കിൽ പോലും 2 ലക്ഷം രൂപയിൽ കവിയത്തില്ലെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് BPL കാർഡ് ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയുടെ കൂടെ വെക്കണ്ട, അത്രേ ഉള്ളൂ. ഈ ലോണുകൾക്കൊക്കെ പ്രത്യേകം എന്തോ ഈ ലോണുകൾക്ക് കൈവല്യക്ക് ആ ലോണിന് അപേക്ഷിക്കണമെങ്കിൽ ഇന്ന മാസത്തിൽ അപേക്ഷിക്കാവോ എന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളില്ല. ഒരു ഓഫീസിലെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 തൊട്ട് 5 മണി വരെ. അതിൽ 1:15 തൊട്ട് 2 മണി വരെ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയം. ആ സമയം ഒഴിച്ച് എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും, അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് അപേക്ഷ കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. പിന്നെ പ്രായത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, 21-55. മാഡം ഹലോ. പറഞ്ഞു. അതെ, കൈവല്യ പദ്ധതിയില് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷമായി അപേക്ഷിച്ചിട്ട്. ഇപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല. ഫണ്ടില്ലെന്നാണ് പറയുന്നത്. അല്ലല്ല, ഇപ്പൊ നമ്മളുടെ എക്സ്ചേഞ്ചിൽ അപേക്ഷിച്ചവർക്കും കിട്ടിയല്ലോ. ഏത് എക്സ്ചേഞ്ച് ആണ്? ഇരിഞ്ഞാലക്കുട ലാപ്ടോപ്പിന് വേണ്ടിട്ടേ. ലാപ്ടോപ്പിന്റെയോ? അല്ല, ലോൺ കൈവല്യ പറയുന്ന ലോണാണോ കൊടുത്തത്, അതോ ലാപ്ടോപ്പിന്റെ അപേക്ഷ വേറെ കൊടുത്തതാണോ? അല്ല, സ്വയം തൊഴിലിന് വേണ്ടിട്ട്. അല്ലല്ല, കൈവല്യ എന്ന് പറയുന്ന അപേക്ഷയാണോ കൊടുത്തത്? കൈവല്യ എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തത്. എന്താ പേരെന്താ? എന്റെ പേരാ ജിഫിൻ. ജിവിൻ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ എക്സ്ചേഞ്ച് ചെയ്ത പിന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും എക്സ്ചേഞ്ചിന്റെ പേരും ഇതിന്റെ കോർഡിനേറ്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കൂ. അദ്ദേഹം എനിക്ക് അയച്ചു തരും. ഞാൻ അതെന്തോ നോക്കിയിട്ട് വെച്ചാല് ചെയ്യാട്ടോ. എന്തായാലും അപേക്ഷിക്കുന്നവർക്ക് 1.5 വർഷത്തെ അത്രയൊന്നും എടുക്കത്തില്ല ഈ ലോൺ കിട്ടാൻ കേട്ടോ. നോക്കാം നമുക്ക്. ചോദിക്കാണ്ടോ? എന്തോ ഇനി ആദ്യം ചോദിക്കാണ്ടോ? ആണ് നവജീവൻ എന്ന് പറഞ്ഞ ഇത് പറഞ്ഞല്ലോ, ഭിന്നശേഷിക്കാർ മാത്രമുള്ളോ അതെയോ? അല്ലല്ല, ഈ ഭിന്നശേഷിക്കാർക്കുള്ള നമ്മൾ എംപ്ലോയ്മെന്റിൽ നിന്ന് 6 ലോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതില് കൈവല്യ പറയുന്ന ഒരു ലോൺ മാത്രമേ ഉള്ളൂ.
ഭിന്നശേഷിയുള്ളവരുടേത്. ബാക്കി ലോണുകളെല്ലാം എല്ലാവർക്കും, ബാക്കിയെല്ലാം ഇല്ല. 2 കൈവല്യ പറയുന്ന ലോൺ ഭിന്നശേഷിക്കാർക്കും, ശരണ്യ എന്ന് പറയുന്ന ലോൺ ലേഡീസിനും, ബാക്കിയുള്ള 3 ലോണുകൾ ഏത് ആൾക്കാർക്കും പറ്റുന്നതാണ്. ഞാൻ കൈവല്യയുടെ എനിക്ക് കിട്ടിയായിരുന്നു. നമുക്ക് ഒരു സബ്സിഡി ഉള്ള ഒരു ലോൺ കിട്ടിയെങ്കിൽ പിന്നെ അടുത്ത ലോൺ കിട്ടത്തില്ല. കാരണം 50% സബ്സിഡി അല്ലയോ. അല്ല, ഇതുവരെ അങ്ങനെ ഓർഡർ ആയിട്ടില്ല കേട്ടോ. കിട്ടിയെങ്കിൽ നവജീവൻ. അടുത്തതായി നന്ദി പറയുന്നത് നമ്മുടെ PRO പീയൂസ് കോട്ടപ്പുറമാണ്. പീയൂസ്, വെൽക്കം ടു സ്ക്രീൻ. ദർശനയുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഈ സമയം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരുന്നത് നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ളവർ ഒട്ട് അനവധി പേരും PSC എക്സാമിന് പോയത് കൊണ്ട് നമ്മൾ പരസ്പര സഹായത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് അംഗങ്ങൾ ഇന്നിതിൽ എത്തിച്ചേരാനായിട്ട് ഇടയായത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സ്നേഹസംഗമത്തിൽ നന്ദി പറയുന്ന ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ റവറൻ ഫാദർ ഡെറിൻ അരിമ്പൂർ സഹ വികാരി പാലിയൂർ തൃശ്ശൂർ അതിരൂപത അച്ഛനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ മുഖത്തോടെയാണ് അല്ലെങ്കിൽ സംസാരത്തിലാണ് അച്ഛൻ പലപ്പോഴും നമ്മളോട് സഹകരിക്കാറ്. നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ പങ്കെടുക്കാറ്. അതുപോലെ തന്നെ ഇന്നത്തെ അച്ഛൻ്റെ ആ ഒരു ടോക്ക് ഒരു ജനറൽ മാനേജർ മുന്നിൽ എത്തുമ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന ആ ഹോൾഡറുടെ അവസ്ഥ ശരിക്കും നമ്മുടെ ജീവിതത്തെ വരച്ച് കാണിച്ച അച്ഛൻ്റെ ഇന്നത്തെ ആ ഒരു ടോക്ക് വളരെ ഹൃദയസ്പർശിയായി മാറിയിരിക്കുന്നു. ഇത്രയും നല്ല അറിവുകൾ പകർന്നു നൽകിയ നമ്മുടെ ഡെറിൻ അച്ഛന് എല്ലാവരുടെ പേരിലും, ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ അധ്യക്ഷനായി ഇരുന്നത് അഖിൽ കുമാറാണ്. സ്വന്തം പരിമിതികളെ മറികടന്നുകൊണ്ട് ദർശനയുടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദർശനയുടെ വൈസ് പ്രസിഡന്റ് എന്ന ആ ഒരു പോസ്റ്റ് അത് മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യുന്നു. തൻ്റെ കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് തനിക്ക് നേരിടുന്ന പരിമിതികളെ നിറവുകളാക്കി മാറ്റി മറ്റുള്ളവരുടെ മുന്നിലേക്ക് കടന്നു വന്ന അഖിൽ കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ദർശനയോടൊപ്പം നിൽക്കുന്നതും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരത്തിലേക്ക് പ്രവേശിക്കുന്നതുമായ ഒരു യുവാവാണ് അഖിൽ കുമാർ. അദ്ദേഹം ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മോട് പങ്കുവച്ച കാര്യങ്ങൾ എല്ലാവരുടെയും കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നീതി ലഭിക്കേണ്ടത് എവിടെ നിന്നാണെങ്കിലും നീതി ചോദിച്ചു വാങ്ങണം എന്ന ആ ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അധ്യക്ഷ പ്രസംഗം സമാപിച്ചത്. ഇത്രയും മനോഹരമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമുക്ക് നല്ല വാക്കുകൾ നൽകിയ അഖിൽ കുമാറിനെ പ്രത്യേകം ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മോടൊപ്പം ഇന്ന് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ തന്നെ ഇത്രയും ഭംഗിയായി നമുക്ക് കാര്യങ്ങൾ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചോദിച്ചതിൻ്റെ മറുപടി ആയിരിക്കും പലപ്പോഴും പല എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലഭിക്കാനായിട്ട് നമുക്ക് സാധ്യതയുണ്ടാവുക. പക്ഷേ ഇന്ന് നമ്മോടൊപ്പം തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മായ മാഡം നമ്മോട് സഹകരിച്ചു. നമ്മുടെ എല്ലാവരുടെയും സംശയങ്ങൾ വളരെ ക്ഷമയോടെ കേട്ട് എല്ലാവർക്കും മറുപടി നൽകി. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും നിയമങ്ങളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് വളരെ മനോഹരമായി തന്നെ നമ്മോട് പങ്കുവച്ചു. ഇത്തരത്തിലുള്ള ഓഫീസർമാരാണ് ദർശനയുടെ മുതൽക്കൂട്ട്. കാരണം ദർശനയുടെ ഭിന്നശേഷിക്കാരായ ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ ആ ലക്ഷ്യത്തിലേക്ക് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ ഓരോ പങ്കും വലിയ പ്രചോദനമാണ് ദർശനയ്ക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന മായ മാഡം വളരെ നല്ല വാക്കുകളിലൂടെ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകാനായിട്ട് സാധിച്ചു. ഇത്രയും തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്ന മായ മാഡത്തിന് ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.
അതുപോലെ ഇന്ന് എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ സുമ മേഡം കമ്മ്യൂണിറ്റി കൗൺസിൽ പെരിനാട് കുടുംബശ്രീ CDS മേഡം എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നൈറ്റ്. പക്ഷെ എന്തോ തിരക്കുകൾക്കിടയിൽ പെട്ടതായിരിക്കും. എന്നിരുന്നാലും അവരുടെ കുടുംബശ്രീ മേഖലയിൽ നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച് ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് നല്ല രീതിയിൽ കുടുംബശ്രീയുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന മേഡാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ദർശന ക്ലബിൻ്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി സുമ മേഡത്തിന് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സ്നേഹസംഗമം എന്ന പ്രോഗ്രാം വളരെ ഭംഗിയായി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിജ ജോസിന് പ്രത്യേകം ദർശന ക്ലബിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ പ്രാർത്ഥന ചെല്ലേണ്ടത് ആര്യായിരുന്നു. പക്ഷെ ആര്യയ്ക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷേ ആ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ദർശന ക്ലബിൻ്റെ അവർ ലേഡീസ് ഓറസ് ഗ്രൂപ്പിലെ സോജി ചേച്ചി വളരെ ഭംഗിയായി തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടിലൂടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് പ്രത്യേകം പ്രാർത്ഥനയിലൂടെ ചൈതന്യം വരുത്തുവാനായിട്ട് സാധിച്ചു. ആ മനോഹരമായ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയ നമ്മുടെ സൂചി ചേച്ചിക്ക് ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സ്വാഗതം പറയാനായി നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബീന സജി ആയിരുന്നു. അവർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് ഉണ്ടായി. അതിൻ്റെ പകരം അവരുടെ ഗ്രൂപ്പിൽ നിന്നും നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറിയുമായ കുമാരി സിനിക്ക് സെബാസ്റ്റ്യൻ മനോഹരമായി നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റുകൾക്കുമെല്ലാം നല്ല രീതിയിൽ തന്നെ പെട്ടെന്നാണ് തീരുമാനം വന്നതെങ്കിലും വളരെ മനോഹരമായി തന്നെ ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ സ്വാഗതം പറയാൻ സിനിക്ക് സെബാസ്റ്റ്യന് സാധിച്ചു. അതിമനോഹരമായ സ്വാഗത പ്രസംഗം നടത്തിയ സിനിക്ക് സെബാസ്റ്റ്യന് ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൻ്റെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഷിബിൻ ഹാരി അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. പക്ഷേ വളരെ തിരക്കുകൾ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയത്. അപ്പോൾ അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ അച്ഛൻ എല്ലാ മീറ്റിങ്ങിലും കയറാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവിടെ ഒരു വല്യച്ഛൻ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛന് കയറാനായിട്ട് പറ്റാതെയായി പോയത്. എന്നിരുന്നാലും ഈ ദുഃഖം നിറഞ്ഞ വേളയിലും നമ്മുടെ അച്ഛന് പ്രത്യേകം ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഗസ്റ്റുകളെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. അതുപോലെ ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ പെട്ടെന്ന് തന്നെയാണ് ഞാനും ഈ നോട്ടീസ് നോക്കി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു PS. എല്ലാവർക്കും വളരെ മനോഹരമായി നന്ദി പറഞ്ഞതിന് താങ്ക് യു. വെൽക്കം. ഇതിനെ നമ്മുടെ അറിയിപ്പെന്തുണ്ടോ? ഇല്ല, ബർത്ത്ഡേക്ക് പിന്നെ വിവാഹ വാർഷികത്തിന് കയറിയിട്ടുണ്ടോ? ഗീത കയറിയിട്ടുണ്ടാവോ? ഗീത കണ്ണൂര്. ഗീതയുണ്ടോ? ഗീത